പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി KSU പോര് രൂക്ഷമാകുന്നു. അലോഷ്യസ് സേവ്യറിന് പിന്തുണയുമായി എറണാകുളം DCCക്ക് മുന്നിൽ ബാനർ. KSUക്കാരെ തല്ലിച്ചതയ്ക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ടെന്നും ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ബാനറിൽ. KSU എറണാകുളം അസംബ്ലി ഭാരവാഹികളാണ് ബാനർ സ്ഥാപിച്ചത്. അതേസമയം അലോഷ്യസിനെതിരെ KSU ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തി. മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഏതായാലും വലിയ തരത്തിലുള്ള തമ്മിലടി ചേരിപ്പോരാണിപ്പോൾ അലോഷ്യസ് സേവ്യറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് വിഭാഗം, എറണാകുളത്താണ് ഏറ്റവും ശക്തമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നത്. അതായത് KSU ജില്ലാ പ്രസിഡന്റ് തന്നെ അലോഷ്യസ് സേവ്യറിനെതിരെ രംഗത്തെത്തുന്നു. മറ്റു ചിലർ വലിയ തരത്തിൽ പ്രതിഷേധങ്ങളുമായി എത്തിച്ചേരുകയും ചെയ്തു. എന്താണിപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? സിജു, ഈ സംഘപരിവാർ അനുഭാവിയെ ഗവൺമെൻറ് പ്ലീഡറാക്കി നിയമിച്ചതിനെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ അലോഷ്യസ് സേവ്യറിനെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കടന്നുപോയത്. ഇതിന് പിന്നാലെ അലോഷ്യസ് സേവ്യർ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ചുകൊണ്ട് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്ററിൽ പറയുന്നത്, KSUക്കാരെ തല്ലിച്ചതയ്ക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ട്, ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കുകയുമില്ല എന്നുള്ളതാണ് KSU എറണാകുളം അസംബ്ലി ഭാരവാഹികൾ എന്ന പേരിൽ പോസ്റ്റർ പതിച്ചത്. ഇതിൽ രണ്ടുപേരുടെ ചിത്രവും ഉണ്ടായിരുന്നു. എന്നാൽ അലോഷ്യസിനെ ശക്തമായി വിമർശിച്ചും ഈ പോസ്റ്റർ പതിച്ചവരെ ഉൾപ്പെടെ ശക്തമായി വിമർശിച്ചുകൊണ്ടുമാണ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി രംഗത്തെത്തിയത്. ചില ആളുകൾ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കരിവാരി തേക്കുകയാണ്, ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ട് എന്നുള്ളതായിരുന്നു മുബാസ് ഓടക്കാലിയുടെ ആരോപണം. എറണാകുളം ജില്ല എന്ന് പറയുന്നത് VD സതീശൻ്റെ തട്ടകമാണ്. സ്വാഭാവികമായും അലോഷ്യസ് സേവ്യറിനെതിരായ പ്രതികരണങ്ങളാണ് കൂടുതലും എറണാകുളത്തു നിന്നുണ്ടായത്. അതിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റും അലോഷ്യസ് സേവ്യറിന് എതിരെയാണ് സംസാരിച്ചത്. ഇതിനിടയിലാണ് മുൻ മന്ത്രി കെ ബാബുവിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, വിവാദമായ ഒരു പ്ലീഡർ നിയമനം നടന്നത് മുൻ MP-യുടെ ശുപാർശ കെ ബാബുവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതാണ്. ഉമേഷ്, കെ ബാബു തന്നെ പറഞ്ഞു, നമ്മൾ കേട്ടതാണ്. ഒരു യുവ MP, ആ യുവ MP ആരെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ രണ്ട് പേരുകൾ എടുത്ത് പറയുകയും ചെയ്തു, ഇവരല്ല എന്ന് പറഞ്ഞു. അതായത് ഹൈബീഡനുമല്ല, ഷാഫി പറമ്പലുമല്ല, മറ്റ് അല്ലാത്ത യുവ MP ആരാണെന്നുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ. പക്ഷേ ഇവിടെ ഉയർന്നൊരു പ്രശ്നം നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. എറണാകുളത്ത്, അതായത് ഈ വരുന്ന അമ്പ് തനിക്കെതിരെയാണെന്ന് VD സതീശൻ മനസ്സിലാകുന്നു. എറണാകുളത്ത് തന്നെ വലിയൊരു പടയെ സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിൽ. അത് അലോഷ്യസ് സേവ്യറിനെതിരെ തന്നെയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെങ്കിലും എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും അലോഷ്യസ് സേവ്യറിനെ ശക്തമായി വിമർശിച്ചും VD സതീശനെ അനുകൂലിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ അതേസമയം തന്നെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ അതിശക്തമായ ഭാഷയിൽ VD സതീശനെ വിമർശിക്കുന്നതും ഇന്ന് കാണുകയുണ്ടായി. നിയമനങ്ങളിലുണ്ടായ ശ്രദ്ധക്കുറവ് ഓർമ്മപ്പെടുത്തുകയാണ് KSU ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം തനിക്ക് മുകളിൽ ആരുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ അഹങ്കാരമാണ് എന്ന വളരെ ശക്തമായ ഭാഷയിലാണ് ഗോകുൽ ഗുരുവായൂരും ഇന്ന് പ്രതികരിച്ചത്. ഏതായാലും ഇങ്ങനെ ശരി ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.